ഗൈസ്, നമ്മളിപ്പോൾ പോകുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ള, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ വൈറലായിട്ടുള്ള ഒരു കുളത്തിലേക്കാണ്. പ്ലാക്കാട്ട് കുളം. പക്ഷേ ഞങ്ങളുടെ വീടിനടുത്താണ് ഇത് കിടക്കുന്നതെങ്കിൽ കൂടി ഞങ്ങൾ ഇതുവരെയായിട്ടും ഇവിടേക്ക് പോയിട്ടില്ല. അപ്പോൾ ഞാനും അച്ഛനും കൂടിയിട്ട് വൈകിട്ടൊന്ന് അങ്ങോട്ട് ഇറങ്ങിയതാണ്. കുളം എന്ന് പറയുന്നത് നമ്മുടെ പുതിയൊരു കുളമല്ല, നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു കുളമാണ് പ്ലാക്കാട്ട് കുളം. അപ്പോൾ അതിനൊന്ന് റിനോവേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വലിയ കുളമാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ഒരു ഷോർട്ട് കട്ടിലൂടെയാണ്. ഷോർട്ട് കട്ട് പറയുമ്പോൾ ഈ റോഡിൽ നിന്ന് ഞങ്ങൾ വീടിൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡിൽ നിന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് പാടം വഴിയാണ് പോണത്. കുറേ കാലമായി ഇതിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഇതിലൂടെയാണ് പോണത്. നമുക്ക് ഇതല്ലാണ്ട് വേറെ വണ്ടികളൊക്കെ വരുന്ന വഴിയുണ്ട്. അത് മെയിൻ റോഡിൽ നിന്ന്, അതായത് ഞങ്ങളുടെ ഇവിടെ പഞ്ചായത്തുണ്ട്, അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങണ റോഡിലൂടെ ഇറങ്ങിയാലും നമുക്ക് ഈസി ആയിട്ട് വരാം. ഞങ്ങളിപ്പോൾ ഇതിലൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ആ കുളത്തായിട്ടും കണ്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ക്ലാസ്സൊക്കെ ആയ കാരണം അവിടേക്ക് ഇതുവരെയായിട്ടും പോകാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ വൈറലായിട്ടുള്ള കുളം ഞങ്ങളുടെ അടുത്താന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു അഭിമാനമാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ആ ചെറിയ റോഡിൽ നിന്ന് ഒരു ഇടവഴി കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഇടവഴിയാണ് നിങ്ങൾ കണ്ടത്. വളരെ ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഇടവഴി കാണാൻ. ഭംഗി പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്തൊക്കെ അല്ലേ ഇടവഴികൾ അധികം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒക്കെ വലിയ വലിയ റോഡ് അല്ലെങ്കിൽ പഞ്ചായത്ത് റോഡൊക്കെ ഈ ഇടവഴികൾ മാറിക്കഴിഞ്ഞു. ഇത് ചെന്ന് ഇറങ്ങുന്നത് നമ്മുടെ പാടത്തേക്കാണ്. അപ്പോൾ നമുക്ക് പാടം കാണാം. കണ്ടോ, പാടത്തേക്കാണ് ഇത് വന്നിട്ട് ഇറങ്ങുന്നത്. അവിടെ അതാ കുറേ മയിൽ നിൽക്കുന്നുണ്ട്. ഈ ഫോണിലത് കിട്ടുന്നുണ്ടാവില്ല. പാടത്ത് കുറേ മയിൽ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ കുളം ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ദൂരമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ കുളം കാണാനുണ്ട് ഇവിടുന്ന്. ഞങ്ങൾ ഈ പാടത്തിൽ കൂടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നടക്കണം. എന്താ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ നടക്കാനായിട്ട്. അപ്പോൾ ആൾക്കാർ കുറച്ച് പേരവിടെ കാണാനുണ്ട്. നമുക്ക് കുറച്ച് ലേഡീസ് ഉണ്ട്, ജെൻസ് ഉണ്ട്, കുട്ടികളുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. അച്ഛൻ പോകുന്നുണ്ട്. പാടായ കാരണം നിറയെ വെള്ളമൊന്നുമില്ല. അധികം മഴ നമുക്ക് പെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ നിൽക്കുന്നുണ്ടെന്ന് മാത്രം. നമ്മുടെ മീൻ, ഈ കുറച്ച് വെള്ളത്തിൽ ഒരു മീൻ ഇതാ കിടന്ന് കളിക്കുന്നു. കാണാനുണ്ടോ? എൻ്റെ നിഴല കാണുന്നല്ലേ. ഇതാ മീൻ കാണാണ്ടച്ച. ഒന്നച്ച വെള്ളം ഇളക്കി വെക്ക് മെല്ലെ, അത് ഓടും. അയ്യോ, അതിന് പേടിയില്ല. ഗൈസ്, അത് പോയി. കുളത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോതകുറിശി എന്ന ഗ്രാമത്തിലെ ആനങ്ങമലയുടെ താഴ്വാരത്തുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കുളത്തിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. സോ ഇവിടെ കുട്ടികൾക്കാണെങ്കിലും കുളിക്കാനായിട്ടൊരു സെക്ഷൻ അവർ വളച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കും പേടിയില്ലാതെ അവിടെ ഇറങ്ങാം. ഒറ്റയ്ക്ക് നമുക്ക് വേണമെങ്കിൽ കുട്ടികളെ അതിലേക്ക് വിടാം. അതിലൊരു കുഴപ്പവും നമുക്കില്ല. എൻ്റെ കുറേ കസിൻസ് ഉണ്ട്, അതേപോലെ എൻ്റെ ഏട്ടനും നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടിയിട്ടൊന്ന് ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യണം. അവർക്കും ഇഷ്ടമാവും. ഞങ്ങളൊക്കെ എല്ലാവരും ഏകദേശം ഒരേ വേവ് ലെങ്ത്തുള്ള വൈബുള്ള കസിൻസാണ് കൂടെ ഉള്ളത്. അപ്പോൾ അവരും ഈ ഒരു കുളം കണ്ടിട്ടില്ല. അവരും ഈ ഒരു കുളം കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. കണ്ടിട്ടുണ്ട്, എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒരു കസിന് ഈ വീഡിയോ അയക്കുമ്പോഴാണ് ഇങ്ങനെ ഇത് റിനോവേഷൻ കഴിഞ്ഞിട്ട് ഇത്ര വലുതാക്കി എന്നുള്ള കാര്യം ഞാനും അറിയുന്നത്. അച്ഛപ്പോൾ ഒന്ന് കാണിച്ചേ കുളം. ഇവിടെയൊക്കെ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഫുള്ളായിട്ടില്ല.
ഈ കുളത്തിൽ ടോട്ടൽ 4 കടവാണുള്ളത്. അതിലൊരു കടവ് നമ്മുടെ കുട്ടികൾക്ക് ഉള്ള സെക്ഷനിലാണുള്ളത്. ഈ ഒരു വലിയ കുളത്തിൻ്റെ ഒപ്പം തന്നെ അനങ്ങന്മലയുടെ കീഴിലാണ് ഈ ഒരു കുളം എന്നുള്ളത് അതിമനോഹരമാക്കുന്നുണ്ട് ആ ഒരു കുളത്തെ. വണ്ടി വിളിച്ചിട്ടാണ് ഈ ഒരു കുളത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ദൂരമുള്ളവരാവാം, ചിലപ്പോൾ അടുത്തുള്ളവരൊക്കെ ആയിരിക്കാം. പക്ഷെ എന്തായാലും ഇവിടെ ഇപ്പോൾ കണ്ട ഏട്ടൻ പറഞ്ഞത് നല്ല തിരക്കുണ്ടാവാറുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് തിരക്ക് കുറവാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇനി മേ ബി ഇനി നേരം വൈകുന്തോറും ആൾക്കാർ ചിലപ്പോൾ കൂടുതൽ വരുന്നുണ്ടാവും. എന്ത് ഭംഗിയാണല്ലേ കാണാൻ. എപ്പോഴും പാടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയാണ്. അതാ ആ ബാക്ക് സൈഡിൽ നിറയെ കവുങ്ങ് നിൽക്കുന്നുണ്ട്. അച്ഛാ ഇതാ ഇതിലെയാണ് നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് വരിക. കാറിലൊക്കെയാണ് ആൾക്കാർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പാടാണെന്ന് പറഞ്ഞല്ലോ. ഈ പാടത്ത് ഇപ്പം എന്താ പയർ കുത്തിയിട്ടിരിക്കുകയാണ്. പ്ലാക്കാട്ട് കുളം ചുറ്റളവ് 200 മീറ്റർ, ആഴം 4 മീറ്റർ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുളത്തിൽ ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. കുളത്തിൻ്റെ സൈഡിലുള്ള ഒരാലാണിത്. കുറേ വർഷങ്ങളായി. അതപ്പോൾ അച്ഛൻ പറയാണ്, അച്ഛൻ ഇത് കാണുമ്പോൾ ഈ ആല് കാണുമ്പോൾ ഭയങ്കര സന്തോഷമോ സങ്കടമോ എന്തൊക്കെയുണ്ട് എന്നുള്ളത്. എന്താ അച്ഛാ? ഒരുപാട് നടന്നിട്ടുണ്ട് ചെറുപ്പകാലത്ത്. ഇതിന്റെ ഒറ്റയ്ക്ക് ആരും പോകില്ല, പേടിയാണ്. പക്ഷെ അത് മാത്രം അവർ മുറിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. ഇതാണ് നമ്മുടെ വഴി. അതായത് ഈ കുളത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ മെയിൻ റോഡ് ഉണ്ടെന്ന്. ആ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങുന്ന വഴിയാണിത്. ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ സൈഡിലേക്കാണ് ഈ റോഡ് കയറുക. ഇവിടെയൊക്കെ ഇൻ്റർലോക്ക് ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ നിന്നിരുന്ന ഭാഗത്ത് ഇൻ്റർലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഫിനിഷ് ആവാനുണ്ട്. കുറേ പേര് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ പേര് കുളിയൊക്കെ കഴിഞ്ഞ് കളിക്കലൊക്കെ കഴിഞ്ഞിട്ട് പോയി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.